ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ക്രിസ്മസ് ഡേയിലെ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന എല്ലാവർക്കുമായി കുറച്ച് ലേറ്റ് ആയാലും ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുവാണ്. വെക്കേഷനൊക്കെ അല്ലേ, അതുകൊണ്ടാണ് താമസിച്ചത്. അപ്പോൾ ഇന്ന് ക്രിസ്മസ് നൈറ്റ് ആണ്. പള്ളിയിൽ പോകണമെന്നൊക്കെ വിചാരിച്ച് ഓരോന്നായിട്ട് ഞാനിങ്ങനെ ചെയ്തു തീർക്കുവാണ്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് നമ്മുടെ പുൽക്കൂട് ഒരുക്കുന്നതാണ് കാണിക്കുന്നത്. സാധാരണയായിട്ട് ഒരു പുൽക്കൂടൊക്കെ വെച്ച് അതിലാണ് ഞാൻ ഈ നേറ്റിവിറ്റി സെറ്റ് അറേഞ്ച് ചെയ്യുന്നത്. ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു കുറച്ച് വിസിബിൾ ആയിട്ട് നമുക്ക് ടേബിൾ ടോപ്പിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യാന്ന് വിചാരിച്ച് ഒരു വീടിന്റെ ലുക്കൊക്കെ കിട്ടാൻ വേണ്ടി ബാക്കില് ഒരു മിറർ ഫ്രെയിം ഒക്കെ വെച്ച് കൊടുത്ത്, പിന്നെ ഈ ട്രേ കണ്ടോ, ഈ ട്രേയേക്കാൾ കുറച്ചുകൂടെ വലിയ ട്രേ ആണ് ഞാൻ അന്വേഷിച്ച് നടന്നത്, പക്ഷെ കിട്ടിയില്ല. പിന്നെ കിട്ടിയത് ട്രേയിൽ വെച്ച് അങ്ങനെ അറേഞ്ച് ചെയ്യുവാണ്. കാരണം ഒന്നും താഴെ പോകാതെ ടേബിൾ ടോപ്പിൽ തന്നെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യാൻ നമുക്ക് ട്രേയിലാണെങ്കിൽ പറ്റുമല്ലോ. പിന്നെ കുറച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസും ഒക്കെ വെച്ച് അങ്ങനെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തെടുത്തു. എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ നോക്കിയപ്പം ആ മിറർ ഫ്രെയിമിൽ മിറർ ഉണ്ടെങ്കിൽ നന്നായിരിക്കത്തില്ലേ. അങ്ങനെ മിറർ കട്ട് ചെയ്യാനായിട്ട് പോയി. അങ്ങനെ മിറർ കട്ട് ചെയ്തെടുത്ത് അതും കൂടെ സെറ്റ് ചെയ്തു. അങ്ങനെ മഞ്ഞ് വീഴുന്ന ഒരു പുൽക്കൂട്ടിൽ ഉണ്ണീശോ പിറന്നു. പിന്നെ ഫ്ലാറ്റിന്റെ അടുത്തായിട്ട് ഒരു വീട്ടില് മരം മുറിക്കുന്നത് കണ്ടോണ്ട് അവിടെ പോയി കുറച്ച് തടി കഷ്ണങ്ങളും അതുപോലെ കുറച്ച് തടിയുടെ തൊലിയും കുറച്ച് സ്റ്റിക്സും ഒക്കെ കളക്ട് ചെയ്ത് അതും ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മള് ജിഞ്ചർ ബ്രെഡ് ഹൗസ് റെഡിയാക്കാൻ പോവാണ്. എല്ലാ പ്രാവശ്യത്തെ ആഗ്രഹമായിരുന്നു ഒരു ജിഞ്ചർ ബ്രെഡ് ഹൗസ് ചെയ്തെടുക്കണമെന്ന്. പക്ഷെ എല്ലാ പ്രാവശ്യവും ദുബൈയിലായിരിക്കുമ്പോഴാണെങ്കിലും ഐക്കേപ്പ് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ പോകുമ്പോൾ അവിടെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും. അപ്പൊ ഇപ്രാവശ്യം ഞാൻ നവംബർ മാസത്തിലെ നോസിനോട് പറഞ്ഞിരുന്നു വാങ്ങിച്ചു വെക്കണേ, അല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകുമെന്ന്. അങ്ങനെ അത് വാങ്ങി കൊടുത്തു വിട്ടതാണിത്. അപ്പൊ ഇതൊക്കെ ജിഞ്ചർ ബ്രെഡ് ഹൗസിനെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെയാണ് ഈ എടുത്തു വെക്കുന്നത്. ഫസ്റ്റ് ടൈം ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഗ്ലൂ കണ്ടോ, ഇത് ഹോട്ട് വാട്ടറിൽ കുറച്ചു നേരം ഇട്ട് കഴിയുമ്പോഴേ കുറച്ച് സോഫ്റ്റ് ആകത്തുള്ളൂ. അങ്ങനെ ഒരുപാട് പ്രസ് ചെയ്യാത്ത രീതിയിൽ വേണം നമുക്കിത് ചെയ്തെടുക്കാൻ. കാരണം ഇത് ബിസ്ക്കറ്റ് ടൈപ്പ് ആണ് ഈ ഹൗസ്. മക്കള് ഭയങ്കര ത്രില്ലിലാണ് ഇത് ചെയ്തെടുത്തത്. കുറച്ച് മെനക്കേടായിരുന്നെങ്കിലും ഇത് ചെയ്തെടുത്തത് ഒടിഞ്ഞു പോകാതെ എടുത്തതായിരുന്നു. പക്ഷെ അതിനകത്ത് തന്നെ ഒരു പീസ് ഇതുപോലെ മുറിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അത് ഈ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുത്തു. ഇതാണ് നമ്മുടെ അങ്ങനെ വീടിന്റെ ഒരു ഷേപ്പ് ആയപ്പോ തന്നെ മക്കള് കൈയടിക്കാൻ തുടങ്ങി. അങ്ങനെ ഹൗസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഡെക്കറേഷൻ ആണ് ചെയ്യുന്നത്. ഇനി ജിഞ്ചർ ബ്രെഡ് ട്രീ സെറ്റ് ചെയ്യുവാണ്. അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാമായിരുന്നു. പക്ഷെ അതിന്റെയും ഒരു പീസ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അതിനെ ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്ത് ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തു.
ഇനി ഞാനൊരു ഫ്രൂട്ട് കേക്ക് റെഡിയാക്കി എടുക്കാൻ പോവാണ്. അറിയാലോ, ക്രിസ്മസ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, റമ്മിനകത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്തിട്ടിട്ടില്ലേ, അത് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കാൻ പോവാണ്. ചെയ്ത് വെക്കാം. പ്ലം കേക്കാണ്. അങ്ങനെ നമ്മുടെ ഫ്രൂട്ട് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് കൂളായതിനു ശേഷം നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഇനി ഇതിന്റെ മുകളിലേക്ക് ഞാൻ തന്നെ ചെയ്തെടുത്ത നമ്മുടെ ഗ്രേപ്പ് വൈൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ മോർ ടേസ്റ്റി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് റമ്മാണെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇനി അത് മാറ്റി വെച്ചു. അടുത്തത് കട്ട്ലറ്റിനുള്ള പ്രിപ്പറേഷൻ ആണ് ചെയ്യുന്നത്. ബീഫ് കട്ട്ലറ്റ് ആണ് പ്രാവശ്യം ചെയ്യുന്നത്. ഇതിലേക്ക് ഉരുളക്കിഴങ്ങൊക്കെ പുഴുങ്ങി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ആറിയതിന് ശേഷം നമുക്കൊന്ന് ഇതുപോലെ ഉരുട്ടി എടുത്ത് വെക്കാം. ഇതുപോലെ നമുക്ക് കുറച്ച് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇപ്പം വിശേഷ ദിവസങ്ങളിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഈസി ആയി കിട്ടും.
നെക്സ്റ്റ് ആയിട്ട് അല്ലൂസ് ഒരു ബ്ലൂബെറി ചീസ് കേക്ക് ചെയ്തെടുക്കുവാണ്. അവൻ ഈ ബേക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പുതിയ പുതിയ കുക്കിംഗ് കാര്യങ്ങളൊക്കെ പരീക്ഷിക്കാനായിട്ട് പുള്ളിക്ക് ഭയങ്കര താല്പര്യമാണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ പുള്ളി വാനില കപ്പ് കേക്കും ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ തണുക്കാനായിട്ട് വെച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് മട്ടൺ സ്റ്റൂ ആണ്. അപ്പൊ അതിനു വേണ്ടിയുള്ള മട്ടണൊക്കെ ഞാനിങ്ങനെ വേവിച്ച് വെച്ചതിന് ശേഷം രാത്രി തന്നെ സാധാരണയായിട്ട് വേവിച്ച് വെക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഈ പള്ളിയിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് റിലാക്സ്ഡ് ആയിരിക്കും ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ എല്ലാം കൂടെ ആയിട്ട് ഹറിബറി ആയി പോകും. അപ്പൊ അതുകൊണ്ട് ഞാൻ നൈറ്റ് തന്നെ ഇങ്ങനെ ചെയ്തു വെക്കാറാണ് പതിവ്. ഈ മാരിനേഷൻ റെഡിയാക്കുന്നത് കുറച്ച് കാട ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ വിചാരിച്ചു ഫ്രൈ ചെയ്യാനോ അല്ലെ ഗ്രില്ല് ചെയ്യാനോ ഒക്കെ ഉപയോഗിക്കാന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് മസാല പുരട്ടി വെക്കുകയാണ്. അതിനുശേഷം പള്ളിയിലേക്ക് പോയി പള്ളിയിലെ ഫയർ വർക്കും ഒക്കെ കണ്ട് അങ്ങനെ ഉണ്ണീശയൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അല്ലൂസ് കപ്പ് കേക്ക് ഒക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ കപ്പ് കേക്ക് ട്രേയിലേക്ക് സെറ്റ് ചെയ്യുവാണ്. അവൻ ആ സമയത്ത് തന്നെ കുറച്ച് കുക്കീസും കൂടെ ബേക്ക് ചെയ്തെടുത്തിരുന്നു. ആളത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇപ്പുറത്ത് മട്ടൺ സ്റ്റൂ ഒക്കെ റെഡിയാക്കുമായിരുന്നു.
സ്റ്റൈലിഷ്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സെറ്റിങ്സ് ഒക്കെ റെഡിയായി. ക്യാൻഡി ജാറിലേക്ക് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ ഫില്ല് ചെയ്തു. ഇതായിരുന്നു നമ്മുടെ ഹോം മെയ്ഡ് ഗ്രേപ്പ് വൈൻ. സക്സസ് ആയി കേട്ടോ. ഫസ്റ്റ് ടൈം ആണ് ചെയ്തെടുക്കുന്നതെങ്കിലും അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു. കേട്ടോ വൈൻ കുടിക്കാൻ. ക്യാൻഡിൽ കത്തിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ക്രിസ്മസ് ആൻസറും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൻസർ അങ്ങനല്ല. ഗുഡ് മോർണിംഗ് മിസ്. ലൈറ്റ് ഓൺ ചേച്ചോ. ഹലോ ഹൗസ് ഇനി ഞാൻ കൈ എങ്ങനെ വെക്കുന്നു? അതുപോലെ മേടിക്കും. ബി കെയർഫുൾ. What about the taste? It's about the Thank you. spoil. കത്തിക്കാണ് കട്ടി. ഇതാരാദ്യം കഴിക്കും? യോ കഴിക്കും. താഴത്തൊക്കെ ആക്കിയത്. ഓക്കെ ഓക്കെ. Okay, okay, അമ്മ. ഓൾഡ് മങ്ക്. മൊത്തത്തിൽ അതാ. കയ്യില്ലാത്തവരാണ് ഇത്. അങ്ങനെ ഞങ്ങളുടെ ക്രിസ്മസ് ഡേയിലെ വീഡിയോസും ഞാൻ ഷെയർ ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ക്രിസ്മസ് നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തെന്ന് എനിക്കറിയാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബിലേറ്റഡ് മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ. ബൈ.